അടിച്ചുകേറി സ്വർണം. ഡോളറിന്റെ തിളക്കം കുറയുന്നു. രാജ്യങ്ങൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിന് പിന്നിൽ. സ്വർണം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി റെക്കോർഡ് വിലകൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക മേഖലകളിൽ അസ്ഥിരത വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ മൂല്യത്തിന്റെ ഒരു ശേഖരം എന്ന നിലയിലും അനിശ്ചിതത്വത്തിനെതിരായ ഒരു സംരക്ഷണം എന്ന നിലയിലും സ്വർണം അതിന്റെ ചരിത്രപരമായ പദവി നിശബ്ദമായി തിരിച്ചുപിടിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ കാണാനായത്. കഴിഞ്ഞ ഒരു വർഷമായി സ്വർണം, ഓഹരികൾ, എണ്ണ, റിസ്ക് ആസ്തികൾ എന്നിവയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇത് ആഗോള ആസ്തി മുൻഗണനകളുടെ വിശാലമായ പുനഃക്രമീകരണത്തെ സൂചിപ്പിക്കുന്നു. സെൻട്രൽ ബാങ്കുകളും റീറ്റെയിൽ നിക്ഷേപകരും നയരൂപീകരണക്കാരും സ്വർണം വാങ്ങിക്കൂട്ടാനാണ് തിരക്ക് കൂട്ടുന്നത്. ഒരു പണപ്പെരുപ്പ സംരക്ഷണം എന്ന നിലയിൽ മാത്രമല്ല, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാമ്പത്തിക ഘടനയിലെ ഒരു തന്ത്രപരമായ ഉപാധിയെന്ന നിലയിലും സ്വർണം തിളങ്ങുന്നു. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. 2025 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ റിസർവ് ബാങ്ക് 57.49 ടൺ സ്വർണം അതിന്റെ കരുതൽ ശേഖരത്തിൽ ചേർത്തു. ഇതോടെ ഇന്ത്യയുടെ മൊത്തം കരുതൽ ശേഖരം 879.59 ടണ്ണായി. സ്വർണ്ണ ഹോൾഡിംഗുകളിലെ ഈ ഗണ്യമായ വർധനവ് അർത്ഥമാക്കുന്നത് മഞ്ഞലോഹം ഇന്ത്യയുടെ വിദേശനാണ്യ കരുതൽ ശേഖരത്തിന്റെ 11.7% ഉൾക്കൊള്ളുന്നു എന്നാണ്. 6 മാസം മുമ്പ് ഇത് വെറും 9.3%. സമാന്തരമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നും ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സിൽ നിന്നും 88.6 ടൺ സ്വർണം RBI തിരിച്ചുവച്ചു. സാമ്പത്തിക ഉപരോധങ്ങളും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും സാധാരണമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആസ്തി പരമാധികാരത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു നീക്കമാണിത്. എന്തുകൊണ്ടാണ് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത്? ഡോളറിന്റെ മൂല്യമുള്ള ബോണ്ടുകൾ കറൻസിയിലെ ഏറ്റക്കുറച്ചിലുകൾക്കും ഉപരോധങ്ങൾക്കും കൂടുതൽ വിധേയമാകുന്നതിനാൽ സ്വർണം രാഷ്ട്രീയമായി നിഷ്പക്ഷവും ഭൗതികമായി സുരക്ഷിതവുമായ ഒരു ബദൽ അവതരിപ്പിക്കുന്നു. RBIയുടെ സ്വർണ്ണ ഹോൾഡിംഗുകളുടെ മൂല്യം വിലയിലെ പെട്ടെന്നുള്ള വർധനവ് കൂടുതൽ വർദ്ധിപ്പിച്ചു. ഇതോടെ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ 24 കാരറ്റ് സ്വർണത്തിന് 10 ഗ്രാമിന് 78,000 രൂപയുണ്ടായിരുന്നത് 1,02,000 രൂപയായി. അതായത് ഏകദേശം 25% വർധനവാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ത്യയുടെ തന്ത്രം ഒരു വലിയ ആഗോള പ്രവണതയുടെ ഭാഗമാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് 2024 ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ അവരുടെ കരുതൽ ശേഖരത്തിൽ 1050 ടണ്ണിലധികം സ്വർണം ചേർത്തു. തുടർച്ചയായ 3-ാം വർഷമാണ് ഇത് 1000 ടൺ കവിയുന്നത്. 2010-നും 2021-നും ഇടയിൽ 473 ടൺ എന്ന ശരാശരിയുടെ ഇരട്ടിയിലധികമാണിത്. 90 ടൺ സ്വർണം കൂടി ചേർത്തുകൊണ്ട് നാഷണൽ ബാങ്ക് ഓഫ് പോളണ്ട് ആണ് ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത്. സ്വർണം കരുതൽ ശേഖരത്തിന്റെ 20% ആക്കുക എന്ന ലക്ഷ്യമാണ് നാഷണൽ ബാങ്ക് ഓഫ് പോളണ്ടിന്റെ ഈ നീക്കത്തിന് കാരണം. ഈ ഏകോപിത വാങ്ങൽ ആവേശം സ്വർണത്തിന്റെ വില കുതിച്ചുയരുന്നതിന് ആക്കം കൂട്ടുക മാത്രമല്ല, ഡോളർ ആധിപത്യമുള്ള ഒരു കരുതൽ ശേഖരത്തിന്റെ ദീർഘകാല സുസ്ഥിരതയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട്. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ സ്വർണത്തിന്റെ വലിയ കരുതൽ ശേഖരം കൈവശം വച്ചിരിക്കുന്നത് തുടരുന്നു. അതിനൊപ്പം ഇന്ത്യ ഒരു പ്രധാന സ്വർണ്ണ ശേഖരണ കേന്ദ്രമെന്ന നിലയിൽ അതിവേഗം ഉയരുന്നു. ഡീഡോളറൈസേഷനും തന്ത്രപരമായ വൈവിധ്യവൽക്കരണവും. ഈ മുന്നേറ്റത്തിന്റെ കാതൽ ഡീഡോളറൈസേഷനുള്ള വർദ്ധിച്ചുവരുന്ന ശ്രമമാണ്. ബ്രിക്സ് കൂട്ടായ്മയായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവ ഗ്രീൻബാക്കിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രാദേശിക കറൻസികളിലെ ഉഭയകക്ഷി വ്യാപാരം, ബദൽ പേയ്മെന്റ് സംവിധാനങ്ങളുടെ വികസനം, ഡോളറില്ലാത്ത ആസ്തികളുടെ വർദ്ധിച്ച കൈവശം എന്നിവയിലൂടെയാണ് ഈ ശ്രമങ്ങൾ രൂപപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനം സ്വർണ്ണമാണ്. ഈ പ്രവണത കേവലം പ്രത്യയശാസ്ത്രപരമല്ല, മറിച്ച് സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഡോളറിനെ ആയുധമാക്കുന്നതിനോടുള്ള യുക്തിസഹമായ പ്രതികരണത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. റഷ്യ പോലുള്ള രാജ്യങ്ങൾ ആസ്തി മരവിപ്പിക്കലുകൾ നേരിട്ടിട്ടുണ്ട്. മറ്റു ചില രാജ്യങ്ങൾ സമാനമായ സമീപനത്തിൽ ആശങ്കപ്പെടുന്നു. നേരെമറിച്ച് സ്വർണം പ്രായോഗികവും കൊണ്ടുപോകാവുന്നതും സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടതുമാണ്. ഈ മാറ്റത്തിന് ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങളുണ്ട്. ഡോളർ ആഗോള ധനകാര്യത്തിന്റെ കേന്ദ്രമായി തുടരുമ്പോൾ അതിന്റെ കുത്തക ഉപരോധത്തിലാണ്. വിപണി ശക്തികളും US അസാധാരണത്വത്തിന്റെ പരിധികളും. സ്വർണത്തിന്റെ നിലവാരത്തിലെ വർധനവ് ആഗോള ഓഹരികളിലെ, പ്രത്യേകിച്ച് US ഓഹരി വിപണിയിലെ ഘടനാപരമായ ബലഹീനതകളെയും പ്രതിഫലിപ്പിക്കുന്നു. ബ്ലൂംബെർഗ് ഇന്റലിജൻസിന്റെ അഭിപ്രായത്തിൽ ഈ വർഷം ഈ സ്വർണത്തിന്റെ 27% വർധനവ് അസംസ്കൃത എണ്ണയിൽ 15% ഇടിവും S&P 500ന്റെ പ്രകടമായ മോശം പ്രകടനവുമായി ഒത്തുപോകുന്നു. US ഇക്വിറ്റി മാർക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് നീണ്ടതോടെ അതിന്റെ വിപണി മൂല്യം ഇപ്പോൾ സൂചികയേക്കാൾ ഇരട്ടിയിലധികമായി. മാന്ദ്യഭീതി ഉണ്ടായാലും 30% ഇടിവ് ഉണ്ടാകുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വാസ്തവത്തിൽ ചരക്കുകൾ മാന്ദ്യത്തിന്റെ സൂചനകൾ നൽകുന്നു. പണപ്പെരുപ്പം, പലിശ നിരക്കുകൾ, അസ്ഥിരതകൾ. എന്നിരുന്നാലും സ്വർണം അസ്ഥിരതയിൽ നിന്ന് മുക്തമല്ല. പലിശ നിരക്ക് വർധനവ്, കറൻസി മാറ്റങ്ങൾ, പണപ്പെരുപ്പ സാധ്യതകൾ എന്നിവ കാരണം സ്പോട്ട് വിലകൾ വൻതോതിൽ ചാഞ്ചാട്ടം അനുഭവിച്ചിട്ടുണ്ട്. US പലിശ നിരക്കുകളുടെ വർധനവ് മൂലമുണ്ടായ ഡോളറിന്റെ സമീപകാല ശക്തി സ്വർണത്തിന്റെ ഡോളർ മൂല്യമുള്ള വരുമാനത്തെ ബാധിച്ചു. എന്നാൽ ജാപ്പനീസ് യെൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗണ്ട് പോലുള്ള മറ്റ് കറൻസികൾക്കെതിരെ സ്വർണം ഇരട്ടാക്ക നേട്ടങ്ങൾ കൈവരിച്ചു. പണപ്പെരുപ്പ പ്രതീക്ഷകൾക്കനുസരിച്ച് ഓഹരികൾ, എണ്ണ, റിസ്ക് ആസ്തികൾ എന്നിവയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ക്രമീകരിക്കപ്പെടുന്ന യഥാർത്ഥ ട്രഷറി ആദായങ്ങളും സ്വർണം സൂക്ഷ്മമായി ട്രാക്ക് ചെയ്യുന്നു. ഇവ ഉയരുമ്പോൾ US ട്രഷറികൾ പോലുള്ള സുരക്ഷിത ആദായ ആസ്തികൾ കൂടുതൽ ആകർഷകമാകുന്നതിനാൽ സ്വർണത്തിന് സാധാരണയായി ആകർഷണം നഷ്ടപ്പെടും. എന്നാൽ മുൻഗണനകളുടെ വിശാലമായ പണപ്പെരുപ്പത്തെ സ്ഥിരമായി കാണുകയും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഊർജ്ജ ആഘാതങ്ങൾ പോലുള്ള ഘടനാപരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്താൽ സ്വർണം അതിന്റെ സുരക്ഷിത താവള പദവി വീണ്ടെടുക്കുന്നു. നാമമാത്രമായ ആദായത്തേക്കാൾ വേഗത്തിൽ പണപ്പെരുപ്പ പ്രതീക്ഷകൾ ഉയരുമ്പോൾ നിക്ഷേപകർ ഫിയറ്റ് കറൻസികളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും സ്വർണത്തിൽ സുരക്ഷ തേടുകയും ചെയ്യുന്നു. 2008 സാമ്പത്തിക പ്രതിസന്ധി, കോവിഡ്, ഇപ്പോഴത്തെ ഭൗമരാഷ്ട്രീയ അസ്ഥിരത, സാമ്പത്തിക മാന്ദ്യം എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഈ ചലനാത്മകത പ്രകടമായി. ഇന്ത്യൻ പശ്ചാത്തലം തന്ത്രപരവും സാംസ്കാരികവും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വർണം വെറുമൊരു മാക്രോ ഇക്കണോമിക് ആസ്തി മാത്രമല്ല, അത് സാംസ്കാരികമായും ഉൾച്ചേർന്നതാണ്. ഗാർഹിക സമ്പാദ്യം മുതൽ ഉത്സവ വാങ്ങലുകൾ വരെ സ്വർണത്തിന് ഇന്ത്യൻ പരിസ്ഥിതിയിൽ സാമൂഹിക പ്രാധാന്യമുണ്ട്. ആഭ്യന്തരമായി സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കാനും കൂടുതൽ വിഹിതം സംഭരിക്കാനുമുള്ള RBIയുടെ തീരുമാനം തന്ത്രപരമായ ദീർഘവീക്ഷണത്തെയും ദേശീയ വികാരത്തെയും പ്രതിഫലിപ്പിക്കുന്നു.
റീറ്റെയിൽ നിക്ഷേപകരും സ്വർണ്ണത്തിലേക്ക് തിരിയുകയാണ്. ബുള്ളിയന്, ഇഡിഎഫുകൾ, ഫ്യൂച്ചേഴ്സ് കരാറുകൾ എന്നിവയിലേക്ക് തിരിയുന്നു. എങ്കിലും ഭൗതിക സ്വർണ്ണം ഒരു ജനപ്രിയ തിരഞ്ഞെടുപ്പായി തുടരുന്നു. ആത്യന്തികമായി സ്വർണ്ണം ഒരു സർവ്വരോഗ പരിഹാരമോ തികഞ്ഞ ഒരു ഹെഡ്ജോ അല്ല. എന്നിരുന്നാലും പഴയ ക്രമം വെല്ലുവിളിക്കപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണിത്.